കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പിയുമായാണ്. ഉൾവശം നല്ല ഫഡ്ജി ആയിട്ടുള്ള ഈ ബ്രൗണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഒരു പാനിൽ കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് നന്നായി ഉണങ്ങിയ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും പിന്നീട് 1 കപ്പ് അളവിൽ ചോക്ലേറ്റ് ചിപ്സുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവ ചേർത്ത ശേഷം ആ ബൗൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ബട്ടറും ചോക്ലേറ്റ് ചിപ്സും എല്ലാം നന്നായി മെൽറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സിന് പകരം ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബൗൾ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ ചേർത്തിരിക്കുന്ന ബട്ടറും എല്ലാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്പാറ്റില യൂസ് ചെയ്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ ആ ബട്ടറും എല്ലാം നന്നായി മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിവിടെ സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂടെല്ലാം ആറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കാവുന്നതാണ്. പിന്നീട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര പൊടിക്കാതെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ സമയം ബീറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഉണങ്ങിയ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലാത്തവർ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് കൂടുതൽ പതഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ആ പഞ്ചസാരയുടെ ഗ്രാന്യൂൾസ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് മിക്സായി കിട്ടിയാൽ മാത്രം മതി. മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ചൂട് നന്നായി ആറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബാറ്റർ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു സ്ട്രെയിനറിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ കൂടെ ചേർത്ത ശേഷം നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്ത് ഈ സമയത്ത് ഇതിനകത്തേക്ക് മുഴുവനായും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റ് ചിപ്സ് തീർന്നത് കൊണ്ട് ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ അളവിൽ തന്നെ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണി തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ട കേക്ക് ടിൻ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വേണം നമ്മുടെ ബ്രൗണിയുടെ ഈ ടിൻ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതിലെ എയർ ബബിൾസ് പോയി കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്ക്യൂവർ യൂസ് ചെയ്തിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം.
അങ്ങനെയാവുമ്പോൾ ആ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. അതിനുശേഷം ഞാനിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് സമയമാണ് ഞാൻ ഈ ബ്രൗണി തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 35 മിനിറ്റ് സമയത്തിന് ശേഷം ഞാനിത് ഓവനിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഏകദേശം 5 മിനിറ്റ് സമയത്തിന് ശേഷം ഞാനിത് കേക്ക് ടിന്നിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടില്ലെങ്കിൽ ബ്രൗണിയുടെ സൈഡെല്ലാം കുറച്ച് ക്രിസ്പി ആയി പോവും. അതുകൊണ്ട് 5 മിനിറ്റിന് ശേഷം തന്നെ നിങ്ങൾ റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ചൂടെല്ലാം തണിഞ്ഞതിന് ശേഷം ഞാനിവിടെ ബ്രൗണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഉള്ളെല്ലാം നല്ല ഫഡ്ജി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണി തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.